എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ പഠനം പോലെ തന്നെ ശിക്ഷയ്ക്കും പ്രാധാന്യമുണ്ടായിരുന്നു. അന്ന് നിലനിന്നിരുന്ന ഒരു ശിക്ഷാ രീതിയായിരുന്നു ഏത്തമിടിക്കുക എന്നുള്ളത്. ഭാരതത്തിലെ മറ്റെന്തു പോലെ ശിക്ഷയ്ക്ക് ദണ്ഡം എന്ന് സംസ്കൃതത്തിൽ പറയും. ശിക്ഷയ്ക്കും ഗുണകരമായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിന് നിദാനമാണ് ഏത്തമിടിക്കുന്നത് കൊണ്ട് ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു വ്യായാമ രീതി കൂടിയാണ് ഈ ഏത്തമിടൽ എന്ന് പറയുന്നത്. അത് ഇന്ന് ലോകമെമ്പാടും സൂപ്പർ ബ്രെയിൻ യോഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് മുഴുവൻ ഭാഗങ്ങളിലും വ്യായാമം ലഭിക്കുന്നു. ഇൻറ്റേർണൽ ഓർഗൻസിന് ഒരുപാട് ഗുണം ചെയ്യുന്നു. ബുദ്ധിവികാസത്തിന് നല്ലതാണ്. അങ്ങനെ ഏറെ ഗുണം ഉള്ള ഒരു വ്യായാമ രീതിയാണ് സൂപ്പർ ബ്രെയിൻ യോഗ. മലയാളത്തിൽ ഏത്തമിടുക എന്ന് പറയും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒരു വ്യായാമ രീതിയാണ് സൂപ്പർ ബ്രെയിൻ യോഗ. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അതിനുശേഷം അതിൻ്റെ ഗുണങ്ങൾ ഞാൻ കുറച്ചുകൂടി വിശദമാക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും ഇടുന്നതായിരിക്കും. നോക്കാം. അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഷോൾഡർ ലെവലിന് അല്പം അകറ്റി കാലുകൾ രണ്ടും വയ്ക്കും. അതിനുശേഷം ഇടത് കൈ വലത് ചെവിയുടെ താഴെ ഭാഗത്തായിട്ട് രണ്ട് വിരൽ ഉപയോഗിച്ച് പിടിക്കും. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പിടിക്കും. അതിനുശേഷം വലത് കൈ കൊണ്ട് ഇടത് ചെവിയിലും അതുപോലെ തന്നെ പിടിക്കും. ഇങ്ങനെ നിന്നതിന് ശേഷം ശ്വാസം എടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താണു വരും. താഴുന്നതിനൊപ്പം ഉപ്പൂറ്റൂടി പൊങ്ങി വരും. കൈമുട്ട് രണ്ടും താഴെ ഒന്ന് മുട്ടും. സാവധാനം എഴുന്നേക്കും. ശ്വാസം എടുത്ത് മുഴുവനാകും. ഇപ്പോൾ ഒരെണ്ണം മുഴുവനായി. ഇതുപോലെ തന്നെ ഒരു തവണ കൂടി കാണിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് വരും. കൈമുട്ടുകൾ രണ്ടും താഴെ മുട്ടിക്കും. സാവധാനം ശ്വാസം എടുത്ത്. ഇത് വേഗത്തിലോ സാവധാനമോ ചെയ്യാം. ഡൈനാമിക് എക്സസൈസ് എന്നുള്ള നിലക്ക് വേണമെങ്കിൽ വേഗത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ സാവധാനവും ചെയ്യാം. ഇത് ചെയ്തു തുടങ്ങുന്ന ഒരാൾ കൈമുട്ട് രണ്ടും തറയിൽ കൊണ്ടുപോയി മുട്ടിക്കണമെന്ന് നിർബന്ധമില്ല. അവരവരുടെ ശരീരത്തിൻ്റെ ശേഷി അനുസരിച്ച് അല്ലാതെയും ചെയ്യാം. മുഴുവനാക്കാതെയും മുഴുവൻ തറയിലേക്ക് അമരാതെയും ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കൈമുട്ടുകൾ തറയിൽ ചെന്ന് മുട്ടുന്നതാണ്. ഇത് കൂടുതൽ ഗുണമുണ്ടെന്ന് ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കുട്ടികളെ കൊണ്ട് കൂടുതലും ചെയ്യിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. കൗമാരക്കാരുടെ ഈ ലൈംഗിക വികാര നിയന്ത്രണത്തിന് ഇത് ഉപകരിക്കുന്ന ഒരു എക്സസൈസ് ആയിട്ടാണ് ഇത് പണ്ട് കരുതിയിരുന്നത്. അതുകൊണ്ടുകൂടിയായിരുന്നു കുട്ടികളിൽ ഇത് കൂടുതൽ പ്രയോഗിച്ചിരുന്നത്. പിന്നെ ഇതൊരു വ്യായാമം എന്നുള്ള നിലക്ക് ഗർഭിണികൾക്ക് തുടക്കകാലത്ത് ചെയ്യാവുന്ന, സുഖപ്രസവത്തിന് വേണ്ടി ചെയ്യാവുന്ന ഒരു വ്യായാമ രീതിയാണിത്. അങ്ങനെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഇത്. എല്ലാവരും ചെയ്ത് ശീലിക്കുക. നന്ദി, നമസ്കാരം.